ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ 1 കിലോ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഉണക്കച്ചെമ്മീൻ അതിലിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് മുരിഞ്ഞ് വരൂലേ, മുരിഞ്ഞ് വരുമ്പോൾ ഒരു ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളറാവുമ്പോൾ അത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ചെറുള്ളിയും നല്ലോണം മുരിയണം. അതിനുശേഷം നമുക്കതിലേക്ക് ഉണക്കമുളക് ചതച്ചതിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കണം, കറിവേപ്പില ഇട്ട് കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് എത്ര ഉപ്പ് വേണ്ടെന്നുള്ളത് അതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെന്ന് കാണുമ്പോൾ കരിയരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഓയിലിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. എല്ലാവർക്കും ഇത് കുറേ നന്നാക്കി എടുക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ആവണ ടൈമിൽ എല്ലാം കൂടിയിട്ട് ഇതുപോലെ തലയും വാലൊക്കെ കളഞ്ഞ് നന്നാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അധികം കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.